സഭാ ഐക്യത്തിന്റെ പുത്തൻ മാതൃക തീർത്ത തിരുവല്ല വേങ്ങൽ സെയിന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവക മാർത്തോമ സഭാ വിശ്വാസികൾക്ക് ആരാധന നടത്താൻ ഇവിടെ കത്തോലിക്ക ഇടവക അംഗങ്ങൾ പള്ളി തന്നെ വിട്ടു നൽകുകയാണ്. ഒരേ അൾത്താരയിൽ ഒരേ ദിവസം രണ്ട് സഭകളുടെ ആരാധന. ക്രിസ്തീയ സഭകളുടെ സമീപകാല ചരിത്രത്തിലെ അപൂർവ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ഞായറാഴ്ച സെന്റ് മേരീസ് പള്ളിയിൽ സംഭവിച്ചത്. വേങ്ങൽ ശാലേം മർത്തോമ പള്ളിയിലെ അംഗങ്ങൾക്കാണ് സെന്റ് മേരീസ് പള്ളിയിൽ ആരാധന നടത്താൻ അവസരമൊരുങ്ങിയത്. അപ്പർ കുട്ടനാടൻ ഗ്രാമമായ വേങ്ങലിൽ അടുത്തടുത്തുള്ള ഇടവകകളാണ് രണ്ടും. ശാലേം മർത്തോമ പള്ളിയിൽ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. അതിനാൽ തന്നെ ഇടവക അംഗങ്ങൾക്ക് ആരാധന നടത്തുവാൻ മറ്റു മാർഗങ്ങളില്ല. അവസ്ഥ തിരിച്ചറിഞ്ഞ് മലങ്കര കത്തോലിക്ക ഇടവകക്കാർ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു നല്ല മാതൃകയാണ് ഇപ്പോൾ ഇവിടെ ഈ പള്ളി ആരാധനയ്ക്കായിട്ട് തുറന്നു കൊടുത്തതിലൂടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യവും അടുപ്പവും നല്ല സ്നേഹബന്ധവും സൗഹൃദവും എല്ലാം കൂടുതലായിട്ട് വളർത്തുവാനായിട്ട് ആവണം. ഇനി ഞായറാഴ്ചകളിൽ രാവിലെ 7:30 മലങ്കര കത്തോലിക്ക ഇടവകയുടേതും 10 മണിക്ക് മർത്തോമ സഭാ വിശ്വാസികളുടെയും ആരാധനകൾ ക്രമീകരിക്കും. ശാലേം ഇടവകയുടെ ആരാധനാ പ്രശ്നം അറിഞ്ഞ് സെന്റ് മേരീസ് ഇടവക തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസിന്റെ അനുമതി തേടുകയായിരുന്നു. മറ്റൊരു സഭയുടെ പള്ളിയിൽ ആരാധന നടത്തുന്നതിന് ശാലേം ഇടവകാംഗങ്ങൾ ഡോക്ടർ തിഗഡോഷ്യസ് മർത്തോമ മെത്രാപ്പോലിത്തയുടെ അനുമതിയും വാങ്ങിയിരുന്നു. ഞാൻ പറയുന്നത് വലിയൊരു ചരിത്ര മുഹൂർത്തമാണ്. മലങ്കര കത്തോലിക്ക സഭയും മലങ്കര മാർത്തോമ സഭയും തമ്മിൽ ഇത്തരത്തിലൊരു കൂടിവരവ് നിശ്ചയമായും കേരളത്തിലെ സഭകൾ, ഭാരതത്തിലെ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് ആക്കം കൂട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. വേങ്ങൽ പെരുന്തുരുത്തി എക്യൂമെനിക്കൽ ഫെലോഷിപ്പിന്റെ പ്രവർത്തനവും ആരാധനാ ക്രമീകരണത്തിന് തുണയായി. അരനൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ എല്ലാ സഭവിശ്വാസികളും ഒരുമയോടെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടത്. മർത്തോമ പള്ളിയുടെ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതുവരെ ഇരു ഇടവകക്കാർക്കും ആരാധനയ്ക്ക് ഒരേ ദേവാലയമാകും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.